രാവിലെ 5 മണിക്ക് തന്നെ ഹർഷനും അബിയും എഴുന്നേറ്റ് റൂമൊക്കെ ക്ലീൻ ചെയ്തു വെച്ചു. 6 മണിക്ക് രാജേന്ദ്രൻ മാമയെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമെന്ന് നഴ്സ് പറഞ്ഞതുകൊണ്ട് തന്നെ എല്ലാ ഒരുക്കങ്ങളും അവർ രണ്ടുപേരും ഒരുമിച്ച് നിന്ന് ചെയ്തു. 6 മണി കഴിഞ്ഞ് 6:30 ആയതോടെ രാജേന്ദ്രനെ അവിടുത്തെ നഴ്സും അറ്റൻഡറും കൂടി റൂമിലേക്ക് കൊണ്ടുവന്നു. അപ്പോഴും നല്ല ഉറക്കത്തിലായിരുന്നു രാജേന്ദ്രൻ. 1-2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമേ സാർ ഉണരൂ. നഴ്സ് പറഞ്ഞതും ഹർഷൻ തലയാട്ടി. എഴുന്നേറ്റാൽ ലഘുഭക്ഷണം കൊടുക്കാം, മറ്റുള്ളതൊക്കെ ഡോക്ടർ വന്നാൽ പറഞ്ഞു തരും. ഇപ്പോൾ മെഡിസിനൊന്നും ഇല്ലല്ലോ? ഹർഷൻ തൻ്റെ സംശയം നഴ്സിനോട് ചോദിച്ചു. ഇല്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പരിശോധനയ്ക്ക് വരുമ്പോൾ ഡോക്ടർ പറയും. ഓക്കെ സാർ. എല്ലാവരും റൂമിൽ നിന്ന് പോയതും ഹർഷനും അബിയും രാജേന്ദ്രൻ്റെ അടുത്തേക്ക് വന്നു. 2 ദിവസം കൊണ്ട് പകുതിയായതുപോലെയുണ്ട് രാജേന്ദ്രൻ. എപ്പോഴും ഉത്സാഹത്തോടെ നിന്നിരുന്ന മുഖത്ത് കരുവാളിപ്പ് വന്നതുപോലെ. ഒരു വേള അബിയും ഹർഷനും രാജേന്ദ്രൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി. രാജേന്ദ്രനിൽ അബി ഇപ്പോൾ തൻ്റെ അച്ഛനെ കാണുന്നു. ചിലപ്പോൾ അങ്ങനെ ആലോചിക്കുന്നത് പോലും തെറ്റായിരിക്കാം. പക്ഷേ അവളുടെ മനസ്സ് ഇത് തൻ്റെ അച്ഛനാണെന്ന് ഉറപ്പിക്കുന്നു. അവൾ കുറച്ചുനേരം ആ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. എൻ്റെ അച്ഛനായിരിക്കുമോ? അല്ലെങ്കിൽ എല്ലാം തൻ്റെ തോന്നലാകും? ഭാമേച്ചി പറഞ്ഞതിൽ എവിടേക്കോ എൻ്റെ അമ്മയുടെ സാന്നിധ്യമുണ്ടെന്ന് കരുതി ഭാമേച്ചി പറഞ്ഞ രാജമാമയുടെ പ്രണയിനി തൻ്റെ അമ്മയാകണമെന്നില്ലല്ലോ. അല്ലെങ്കിൽ ഇങ്ങനൊരു സ്നേഹം വേണ്ടെന്ന് വെച്ച് അമ്മ കാണാമറയത്തേക്ക് ഓടി ഒളിക്കുമോ? പരിതാപകമായ ഒരു ജീവിതം നയിക്കുമോ? എല്ലാം എൻ്റെ തോന്നലാണ്. ആഗ്രഹം ചിലപ്പോൾ തോന്നലിലേക്കും വഴിവെച്ചെന്ന് വരാം. അതെ. രാജമാമയെ റൂമിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം മാമയെ മാത്രം നോക്കി നിൽക്കുന്ന അബിയെ പതിയെ ഹർഷൻ വിളിച്ചു. വിളിച്ചപ്പോഴാണ് അവൾ ചിന്തയിൽ നിന്ന് ഉണർന്നതും രാജമാമയുടെ മുഖത്ത് നിന്ന് നോട്ടം മാറ്റിയതും. ഞെട്ടലോടെ അവൾ ഹർഷനെ നോക്കി. നീ എന്താ രാജമാമയെ ആദ്യമായിട്ടാണോ കാണുന്നത്? ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല ഹർഷന്. അത്രയും സമയമായിരിക്കുന്നു രാജേന്ദ്രനിൽ മാത്രം അബി കണ്ണുകൾ നട്ടിട്ട്. ഞാൻ പിന്നെ ഓരോന്ന്. അച്ഛൻ. അബദ്ധത്തിൽ അവളുടെ വായിൽ നിന്ന് മനസ്സിലുള്ളത് പറയാൻ തുടങ്ങിയതും അബദ്ധം പറ്റിയത് സ്വയം തിരിച്ചറിഞ്ഞ് അവൾ സംസാരിക്കുന്നത് നിർത്തി. അച്ഛനോ? അവൾ പറഞ്ഞത് മനസ്സിലായില്ലെങ്കിലും അച്ഛൻ എന്ന പദം അവൻ കൃത്യമായി കേട്ടിരുന്നു. അതുകൊണ്ട് തന്നെ നെറ്റി ചുളിച്ച് അവൻ ചോദ്യത്തോടെ അവളെ നോക്കി. അല്ല, ഞാൻ ഓരോന്ന് ഓർത്തപ്പോൾ. ഞാൻ ഭക്ഷണം വാങ്ങി വരാം. തപ്പിയും തടഞ്ഞും ഓരോന്ന് പറയുന്നവളെ ഒരിക്കൽ കൂടി സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു. ഒപ്പം മേശയുടെ മുകളിലുള്ള ഫ്ലാസ്ക് എടുത്ത് രാജമാമയെയും അഭിയെയും ഒന്നുകൂടി തിരിഞ്ഞു നോക്കി അവൻ ഡോർ തുറന്ന് റൂമിൽ നിന്നും പുറത്തേക്ക് പോയി. അവൻ പോയി കഴിഞ്ഞപ്പോഴാണ് പെണ്ണിന് ആശ്വാസമായത്. ഒപ്പം സ്വയം തലക്കിട്ട് കൊട്ടുകയും ചെയ്തു. അങ്ങനെയുള്ള വിഡ്ഢിത്തമായിരുന്നല്ലോ ഇപ്പോൾ ചെയ്തത്. തൻ്റെ അച്ഛനായി രാജമാമയെ സങ്കല്പിച്ചിരിക്കുന്നു എന്ന് ഹർഷനറിഞ്ഞാൽ, മറ്റുള്ളവരറിഞ്ഞാൽ, കാശിനു വേണ്ടി ജീവിതം കളഞ്ഞവൾ ആഗ്രഹിക്കാത്തതല്ലേ ആഗ്രഹിക്കുന്നത്? സ്വയം ഓർത്തപ്പോൾ അവൾക്ക് പുച്ഛവും തോന്നിപ്പോയി. മനസ്സിൽ പോലും ചിന്തിക്കാൻ പാടില്ലാത്ത കാര്യമാണ്. അതാണിപ്പോൾ താൻ അറിയാതെ തന്നെ പുറത്തേക്ക് വന്നത്. ഓരോന്നോർക്കുമ്പോൾ തല പുകയുന്നത് പോലെ തോന്നിയതും ഉറങ്ങുന്ന രാജേന്ദ്രനെ ഒരിക്കൽ കൂടി നോക്കിക്കൊണ്ട് അബി തൻ്റെ ബെഡിലേക്ക് പോയി കിടന്നു. കണ്ണുകൾ മുറുകെ ചിമ്മി. മനസ്സിൽ ഒരു കൂട്ടി വെച്ചിരുന്ന ആഗ്രഹങ്ങളൊക്കെ തള്ളിക്കളയാൻ കൂടിയായിരുന്നു അവളുടെ ഈ ഒരു മയക്കം. ഞാൻ വന്നതൊന്നും ഏമാൻ കണ്ടില്ലേ ആവോ? കാർ കഴുകുന്നവൻ്റെ അടുത്തേക്ക് പൂജ വന്നതാണ്. അല്ലെങ്കിലും വീട്ടിലേക്ക് എത്തിയ പാടെ ഈ ഒരു വരവ് പതിവായിരുന്നു. ഇന്നലെ പാതിരാത്രി എത്തിയതുകൊണ്ട് അവൾക്ക് വരാനും കഴിഞ്ഞില്ല. ഉറക്കം എഴുന്നേറ്റ് തറവാട്ടിന് മുകളിലെ ബാൽക്കണി നിൽക്കുമ്പോഴായിരുന്നു മുറ്റത്ത് കാർ കഴുകുന്ന ചന്തുവിനെ കണ്ടത്. അവനെ കണ്ടതും അവൾ വേഗം തറവാട്ടിൽ നിന്ന് അവൻ്റെ അടുത്തേക്ക് വരികയായിരുന്നു. കാണാൻ നീ ആര്? പൂജയാണ് പിറകിലെന്ന് മനസ്സിലായതും അവൻ തീരെ മൈൻഡില്ലാതെ സംസാരിച്ചു. ഓ, അല്ലെങ്കിലും നമ്മളെയൊക്കെ ആര് മൈൻഡ് ചെയ്യാനാ? തികച്ചും പുച്ഛത്തോടെ പൂജയും അവന് മറുപടി നൽകി. മൈൻഡ് ചെയ്യേണ്ടവർ ആണെങ്കിൽ ചെയ്യും. കയ്യിലുള്ള തുണി ഒരിക്കൽ കൂടി പിഴിഞ്ഞുകൊണ്ട് പൂജ എന്ന ഒരു വ്യക്തി അവിടെ നിൽപ്പില്ലെന്ന ഭാവത്തിൽ വീണ്ടും അവൻ കാർ തുടയ്ക്കാൻ തുടങ്ങി. കല്യാണക്കാര്യം എവിടം വരെയായി? ഇങ്ങനെ സംസാരിച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായവൾ കല്യാണക്കാര്യം എടുത്തിട്ടു. കല്യാണമോ? ആരുടെ? സംശയത്തോടെ ചന്തു തിരിഞ്ഞു നിന്ന് അവളെ നോക്കി. എൻ്റെ അല്ല പിന്നെ. ഒന്നും മനസ്സിലാക്കാതെയുള്ള അവൻ്റെ മുഖഭാവം കണ്ടതും പെണ്ണിന് അങ്ങനെ പറയാനാ തോന്നിയത്. നിന്റെ കല്യാണമായോ? എന്നിട്ട് ആരും പറയുന്നത് കേട്ടിട്ടില്ലല്ലോ. അവൾ അങ്ങനെ പറഞ്ഞെങ്കിലും അത് തമാശയാണെന്ന് മനസ്സിലായതും ചന്തു തിരിച്ചും അതേ തമാശയിൽ പറഞ്ഞു. കുന്തം, എൻ്റെ അല്ല മനുഷ്യ. നിങ്ങളുടെ കല്യാണം എവിടം വരെ ആയെന്ന്. അവൻ തന്നെ കളിയാക്കുകയാണെന്ന് മനസ്സിലായതും ചവിട്ടിക്കുലുക്കി അവൻ്റെ അടുത്തേക്ക് അവൾ നടന്നു. ഓ, അങ്ങനെ. അത് മുറയ്ക്ക് ആലോചന നടക്കുന്നുണ്ട്. എനിക്ക് പറ്റിയ ഒരു കുട്ടിയെ കിട്ടിയാൽ അങ്ങ് കെട്ടും. അവൾ എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായതും തക്ക മറുപടി തന്നെ അവൻ നൽകി. അപ്പോൾ ഇതുവരെ കിട്ടിയില്ലേ? എന്തോ അവൻ അങ്ങനെ പറഞ്ഞപ്പോൾ അവളുടെ മനസ്സിൽ ഒരു ആശ്വാസം തോന്നി. അങ്ങനെ ചോദിച്ചാൽ ഒരാളുണ്ട് മനസ്സിൽ.
ഇതുവരെ കടന്നൽ കൂടുകെട്ടിയ മുഖത്ത് തെളിച്ചം വരുന്നത് കണ്ടതും അവൻ വീണ്ടും അവളെ ചൊറിയാൻ പറഞ്ഞു. ആരാ കക്ഷി? അവൻ ഉദ്ദേശിച്ചതുപോലെ തന്നെ അവളുടെ മട്ടും ഭാവവും മാറി. അതൊക്കെ ഉണ്ട്, ആളോട് നേരിട്ട് പറയണം. അവൻ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞതും കക്ഷി യഥാ പോകുന്നു ചവിട്ടിക്കുലുക്കി തറവാട്ടിലേക്ക്. ഹോയ്, എവിടെയാ പോകുന്നത്? അവൻ ഉറക്കെ വിളിച്ചു ചോദിച്ചു. ഒന്ന് പോയേ, നിങ്ങളോട് സംസാരിക്കുന്നതിനേക്കാൾ നല്ലത് ഞാൻ വേറെ എന്തെങ്കിലും പണി ചെയ്യുന്നതാ. ഒരാളുണ്ട് പോലും. അപ്പോൾ ഇത്രയും നാളും ഞാൻ കാത്തിരുന്നതോ? പോകുമ്പോൾ അവൻ കേൾക്കാത്ത രീതിയിൽ അവൾ ഓരോന്ന് പിറുപിറുക്കുന്നുമുണ്ട്. എന്താ കുട്ടി ഈ പിറുപിറുക്കുന്നേ? തറവാട്ടിൻ്റെ അടുത്തേക്ക് പൂജ എത്താനായതും തറവാട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു ഭാമ. അവൾ നേരത്തെ തോന്നിയ ദേഷ്യത്തോടെ ഭാമയോട് പറഞ്ഞുകൊണ്ട് വേഗം തറവാട്ടിനകത്തേക്ക് കടന്നുപോയി. ഓ, അപ്പോൾ നീയാണ് കാരണം. ആ കുട്ടി വന്നു കയറിയില്ല, അപ്പോഴേക്കും അതിനെ ദേഷ്യം പിടിപ്പിച്ചല്ലേ നീ? തറവാട്ടിൽ നിന്ന് തൻ്റെ വീടിൻ്റെ മുറ്റത്തേക്ക് എത്തിയതും പുഞ്ചിരിച്ചുകൊണ്ട് പൂജയെ നോക്കി നിൽക്കുന്നവനെ ഭാമ കണ്ടു. ഏയ്, ഞാൻ വെറുതെ. അതേ പുഞ്ചിരിയോടെ ഭാമയെ ഒന്ന് നോക്കിക്കൊണ്ട് അവൻ തൻ്റെ ജോലിയിലേക്ക് വീണ്ടും കടന്നിരുന്നു. അപ്പോഴും അവളുടെ വീർപ്പിച്ചിട്ടുള്ള മുഖം അവൻ്റെ മനസ്സിൽ തന്നെ തങ്ങി നിന്നു. നിന്റെ കുട്ടിക്കളി കൂടുന്നുണ്ട് കേട്ടോ. ഒരു CI ആണെന്ന ബോധം പോലുമില്ല ചെക്കന്. ഓരോന്ന് പറഞ്ഞുകൊണ്ട് ഭാമയും അകത്തേക്ക് പോയി. രാജേന്ദ്രനും അഭിക്കുമുള്ള ഭക്ഷണവുമായി ഹർഷൻ റൂമിലേക്ക് വന്നു. ഡോർ തുറക്കുന്നത് കണ്ടപ്പോഴേ ഹർഷനാണെന്ന് മനസ്സിലാക്കി അഭി വേഗം ബെഡിൽ നിന്ന് എഴുന്നേറ്റ് നിന്നിരുന്നു. അകത്തേക്ക് വന്ന ഹർഷൻ്റെ കയ്യിൽ ഭക്ഷണപ്പൊതിയോടൊപ്പം മറ്റൊരു കവറുള്ളതായും അവൾ ശ്രദ്ധിച്ചു. ദാ, ഇത് നിനക്കുള്ളതാ. കയ്യിലെ കവറിൽ നിന്ന് ഒരു കവർ എടുത്ത് അഭിക്ക് നേരെ ഹർഷൻ നീട്ടി. അവൻ നീട്ടിയ കവറിലേക്കും അവനെയും അവൾ സംശയത്തോടെ നോക്കി. ആദ്യമായിട്ടായിരിക്കും ഹർഷൻ അഭിക്ക് നേരെ എന്തെങ്കിലും ഒന്ന് നീട്ടുന്നത്. നീട്ടിയിരുന്നു ഡിവോഴ്സ് പേപ്പർ മാത്രം. വാങ്ങിക്ക്. കവർ വാങ്ങാതെ അവൾ സംശയത്തോടെ നിൽക്കുന്നത് കണ്ടതും വീണ്ടും അവൻ പറഞ്ഞു. രണ്ടാമതും അവൻ പറയേണ്ട താമസം. അവൾ വേഗം അവൻ്റെ കയ്യിൽ നിന്ന് കവർ വാങ്ങിച്ചു. ഫോണാണ്. കയ്യിൽ നിന്ന് അഭി കവർ വാങ്ങിക്കുന്നതിനോടൊപ്പം അവൻ പറഞ്ഞതും അഭി ഞെട്ടലോടെ ഹർഷനെ നോക്കി. എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്, തുറന്നു നോക്കിക്കോളൂ. വീണ്ടും അവൻ പറഞ്ഞതും അവൾ കവറിൽ നിന്ന് ഒരു ബോക്സ് പുറത്തേക്കെടുത്തു. തന്നിൽ മാത്രം നോട്ടം എഴുതി നിൽക്കുന്ന ഹർഷൻ്റെ മുന്നിൽ വെച്ച് തന്നെ അവൾ ആ ബോക്സ് തുറന്നു ഫോൺ പുറത്തേക്കെടുത്തു. പരസ്യങ്ങളിലും ചിത്രങ്ങളിലും കണ്ടതുപോലത്തെ ഒരു ഫോൺ. നല്ല വിലയുള്ള ഫോണാണെന്ന് ഒറ്റ നോട്ടത്തിൽ അഭിക്ക് മനസ്സിലായി. കോളേജിൽ സീനിയേഴ്സിൻ്റെ കയ്യിലൊക്കെ കണ്ടിട്ടുണ്ട് ഇതുപോലത്തെ ഫോൺ. അവൾ തിരിച്ചും മറിച്ചും ഫോൺ നോക്കാൻ തുടങ്ങി. സന്തോഷത്തിലുപരി അതിശയമാണ് അവൾക്ക് തോന്നിയത്. ഇന്നലെ രാത്രി മുതൽ ഹർഷൻ്റെ മാറ്റം അവളിൽ വല്ലാത്ത ആശങ്ക പടർത്തിയിരുന്നു. പെട്ടെന്നുള്ള ഒരു മാറ്റം എന്തിനാണെന്ന് പോലും അവൾ ചിന്തിക്കാതിരുന്നില്ല. ആ നിമിഷങ്ങൾ കടന്നു പോകുമ്പോഴാണ് ഇപ്പോൾ പുതിയൊരു ഫോണും തനിക്ക് നേരെ നീട്ടുന്നത്. കൗതുകത്തോടെ നോക്കുന്നതിനോടൊപ്പം മറ്റു ചിന്തകളിലേക്ക് അവളുടെ മനസ്സ് കടന്നിട്ടുണ്ട് എന്ന് ഹർഷന് ബോധ്യമായതും അവൻ ചോദിക്കുകയായിരുന്നു. ആ, ഇഷ്ടമായി? പെട്ടെന്ന് അവൻ അങ്ങനെ ചോദിച്ചതും അവളൊന്ന് പതുങ്ങിപ്പോയി. എന്ത്? അവൾ പറഞ്ഞത് മനസ്സിലായിട്ടും അവൻ ഒന്നുകൂടി ചോദിച്ചു. ഫോൺ ഇഷ്ടമായെന്നു. ഇതിന് നല്ല കാശായിട്ടുണ്ടാകില്ലേ? കാശ് കൊടുക്കാതെ ഒന്നും കിട്ടില്ലല്ലോ. അവൾ ചോദിച്ചതിന് അങ്ങനെ മറുപടി നൽകാനാണ് അവന് തോന്നിയത്. എനിക്കിപ്പോൾ വേണ്ടായിരുന്നു. ഹർഷൻ തനിക്ക് ഫോൺ വാങ്ങിച്ചു തന്നതിൽ അവൾക്ക് വല്ലായ്മ തോന്നി. അപ്പോൾ ഇന്നലെ ചന്തു ഫോൺ തരുമ്പോൾ നിനക്ക് വേണ്ടാന്ന് പറയാമായിരുന്നില്ലേ? അവൾ നിഷേധിച്ചത് ഹർഷന് തീരെ പിടിച്ചില്ല. ചെക്കൻ എത്ര തന്നെ മാറാൻ ശ്രമിച്ചാലും അഭിയുടെ ഇടയ്ക്കുള്ള ഈ സ്വഭാവമാണ് ചെക്കനെ ഭ്രാന്ത് പിടിപ്പിക്കുന്നത്. അതുപിന്നെ ഞാൻ തനിച്ചായപ്പോൾ എന്തെങ്കിലും അത്യാവശ്യത്തിന്. അവൻ പെട്ടെന്ന് അങ്ങനെ ചോദിച്ചതും അവൾ ആകെ വിളറി വെളുത്തു. അവനിൽ നിന്ന് ഇങ്ങനൊരു ചോദ്യം അവൾ പ്രതീക്ഷിച്ചതേയില്ല. അതെന്താ? ഈ ഫോൺ അത്യാവശ്യത്തിന് ഉപയോഗിച്ചുകൂടെ? വിടാൻ ഭാവമില്ല ഹർഷന്. ചന്തു തന്നാൽ ഏഹേ, ഞാൻ തന്നാൽ ആഹാ. ആ നയം പാടില്ലല്ലോ. സോറി, എനിക്കിഷ്ടമായി. ഇനിയും ഈ സംസാരം തുടരുന്നത് നല്ലതിനല്ലെന്ന് മനസ്സിലാക്കിയവൾ വേഗം ആ വിഷയത്തിൽ നിന്ന് പിന്മാറാൻ നോക്കി. അവളുടെ നീക്കം മനസ്സിലായതും അവൻ പിന്നെ ഒന്നും സംസാരിക്കാൻ നിന്നില്ല. അപ്പോഴും അവൻ്റെ മനസ്സിൽ കരടായി അവൾ ഫോൺ വേണ്ടെന്ന് പറഞ്ഞത് തന്നെയായിരുന്നു. എന്തോ ചന്തുവിനോട് ഒറ്റ ദിവസം കൊണ്ട് അവൾ അടുത്തത് അവനെ തീരെ പിടിച്ചിട്ടില്ല. ഒപ്പം ചന്തുവിൻ്റെ വീട്ടിൽ നിന്ന് വന്ന കല്യാണാലോചനയും. എന്തുകൊണ്ടാണ് താൻ അസ്വസ്ഥമാകുന്നത് എന്ന് പോലും അവനെ അറിയുന്നില്ല. പക്ഷേ ചന്തു അഭിയുടെ അടുത്തേക്ക് വരുന്നതും അവർ തമ്മിൽ സംസാരിക്കുന്നതും കൂട്ടുകൂടുന്നതുമൊന്നും തനിക്ക് ഇഷ്ടമാകില്ലെന്ന് അവന് മനസ്സിലാകുന്നുമുണ്ട്. സിസ്റ്റർ പറഞ്ഞതുപോലെ 1-2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ രാജൻ മാമ പതിയെ ബോധത്തിലേക്ക് വന്നു. കണ്ണു തുറന്നപ്പോൾ കാണുന്നത് മുന്നിൽ നിൽക്കുന്ന അഭിയെയാണ്. അഭിയെ കണ്ടതും അദ്ദേഹം പതുങ്ങനെ പുഞ്ചിരിച്ചു. അവളും അദ്ദേഹത്തിന് പുഞ്ചിരി കൈമാറി. മുൻപ് കണ്ടതുപോലെയല്ല. ഇപ്പോൾ അവൾക്ക് രാജമാമയോട് ഒരു പ്രത്യേക സ്നേഹം ഉള്ളതുപോലെയാണ്. ചിലപ്പോൾ അച്ഛനായി മനസ്സിലെവിടെയെങ്കിലും സ്ഥാനം കൊടുത്തിട്ടുണ്ടായേക്കാം. ആ സ്നേഹമായിരിക്കാം അവൾക്ക് രാജമാമയോട് തോന്നുന്നത്. മോളെ, കുറച്ച് വെള്ളം തരുമോ?
ഇന്നലെ ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുമ്പ് അല്പം വെള്ളം കുടിച്ചതാണ്. അതിന്റെ പരവേശം അദ്ദേഹത്തിന് നല്ലതുപോലെ നാവിലുണ്ടായിരുന്നു. രാജമാമ ചോദിച്ചതും അവൾ വേഗം ബോട്ടിലിൽ നിന്ന് അല്പം വെള്ളമെടുത്ത് അദ്ദേഹത്തിന് കൊടുത്തു. ഇതുവരെ തോന്നാത്ത വല്ലാത്ത വെപ്രാളം അവൾക്ക് തോന്നി. മോള് തനിച്ചാണോ? വെള്ളം കുടിച്ചു കഴിഞ്ഞതും റൂമിൽ വേറെ ആരെയും കാണാത്തതുകൊണ്ട് അദ്ദേഹം ചോദിച്ചു. അല്ല, അച്ചുവേട്ടനുണ്ട്. സിസ്റ്റർ വന്നിരുന്നു. മെഡിസിൻ വാങ്ങിക്കാൻ ഉണ്ടെന്ന് പറഞ്ഞു പുറത്തേക്ക് പോയതാ. ഇപ്പോൾ വരും. നിറഞ്ഞ സ്നേഹത്തോടെ രാജമാമയുടെ മുഖം ഒന്ന് ഒപ്പിക്കൊണ്ട് അവൾ പറഞ്ഞു. അബി പറഞ്ഞു തിരിയേണ്ട താമസം വാതിലും തുറന്ന് കുറച്ച് മെഡിസിനുമായി ഹർഷൻ അകത്തേക്ക് വന്നു. മാമ എഴുന്നേറ്റോ? കണ്ണ് തുറന്ന് തന്നെ നോക്കുന്ന രാജമാമയെ കണ്ടതും മെഡിസിൻ മേശയുടെ മുകളിലേക്ക് വെച്ചുകൊണ്ട് രാജമാമയുടെ അടുത്തേക്ക് ഹർഷൻ വന്നു. രണ്ടാൾക്കും ബുദ്ധിമുട്ടായല്ലേ? തീർത്തും വേദനയോടെയാണ് അദ്ദേഹം ചോദിച്ചു. പിന്നെ, നല്ല ബുദ്ധിമുട്ടായി. തമാശ മട്ടിൽ ഹർഷൻ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ തൊട്ടരികിലായി ബെഡിലിരുന്നു. ഹർഷൻ പറഞ്ഞതിന് അദ്ദേഹം ഒന്ന് പുഞ്ചിരിച്ചതേയുള്ളൂ. അപ്പോഴും ഹർഷനോടുള്ള രാജമാമയുടെ സ്നേഹം അബി നോക്കി നിൽപ്പായിരുന്നു. ആ സ്നേഹം തനിക്കും കിട്ടിയിരുന്നെങ്കിൽ. എന്തിനൊക്കെയോ അവളുടെ കണ്ണുകൾ ഈറനണിഞ്ഞു. ഇതുവരെ അമ്മയോട് അച്ഛൻ ആരാണെന്ന് ചോദിച്ചിട്ടില്ല. ചിലപ്പോൾ അമ്മയുടെ മനസ്സ് വേദനിച്ചാലോ എന്ന് കരുതി. ഇപ്പോൾ അവൾക്ക് കൗതുകം തോന്നുന്നു തന്റെ അച്ഛൻ ആരാണെന്ന് അറിയുവാൻ. അതിന് എത്രയും പെട്ടെന്ന് തന്റെ അമ്മയുടെ അടുത്തെത്തിയാൽ മതിയെന്നായി പെണ്ണിന്. ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി. അതിനിടയിൽ അനുവും നന്ദിനിയും തറവാട്ടിലേക്ക് വന്നു. ഇപ്പോൾ തറവാട്ടിൽ ഉത്സവമേളമാണ്. 2 ദിവസം കഴിഞ്ഞാൽ അർജുനും US-ൽ നിന്ന് എത്തും. ബിസിനസ്സിൽ എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം ഹർഷൻ ചെന്നൈക്ക് പോകും. 2 ദിവസം അവിടെ നിന്നാൽ പിറ്റേ ദിവസം തന്നെ പാലക്കാട്ടേക്ക് തിരിക്കുകയും ചെയ്യും. അവനും ഇഷ്ടപ്പെടുന്നു ഇപ്പോൾ എല്ലാവരും ഒരുമിച്ചുള്ള ജീവിതം. അതിനിടയിൽ അഭിയും ചന്തുവുമായുള്ള അടുപ്പം അവനെ ഇപ്പോഴും അലോസരപ്പെടുത്തുന്നു. അവർ എപ്പോഴൊക്കെയോ സംസാരിക്കുന്നു. അന്ന് ഹർഷന്റെ വായിൽ നിന്ന് നല്ലത് കേൾക്കും അഭിക്ക്. ഇപ്പോൾ അത് അവൾക്ക് ശീലമായതുകൊണ്ട് തന്നെ അവൾ മൈൻഡ് ചെയ്യാനേ പോകാറില്ല. അതിനിടയിൽ കുശുമ്പ് കുത്തിക്കൊണ്ട് അഭിയുടെയും ചന്തുവിന്റെയും ഇടയിൽ പൂജയുമുണ്ട്. പൂജയുടെ ഈ പുറകെ വരവ് ചന്തു ആസ്വദിക്കുന്നുമുണ്ട്. ചന്തു മാത്രമല്ല, പൂജയുടെ ചന്തുവിനോടുള്ള ഇഷ്ടം അഭിക്കും അറിയാം. അഭിയും ചന്തുവുമായുള്ള കല്യാണക്കാര്യം അന്ന് കേശവൻ സൂചിപ്പിച്ചതിന് ശേഷം പിന്നീട് ആ കാര്യത്തെക്കുറിച്ച് ഒരു ചർച്ച ഉണ്ടായിരുന്നില്ല. എന്നാൽ നന്ദിനി ഒഴികെ മറ്റുള്ളവർക്കും എല്ലാം ഭാമയ്ക്കും കേശവനും അങ്ങനെ ഒരു ആഗ്രഹമുള്ളത് അറിയാം. നന്ദിനിയുടെ മുന്നിൽ മാത്രമേ ഇപ്പോൾ ഹർഷനും അഭിയും ഭാര്യാഭർത്താവായി ജീവിക്കുന്നുള്ളൂ. ഹോസ്പിറ്റലിൽ നിന്ന് വന്നതിന് ശേഷം പൂർണ്ണ റെസ്റ്റിലാണ് രാജേന്ദ്രൻ. ഇടയ്ക്കെല്ലാം അഭി വന്ന് രാജേന്ദ്രനെ നോക്കിപ്പോവും. ഇപ്പോഴും അവളുടെ മനസ്സിൽ രാജേന്ദ്രന് അച്ഛന്റെ സ്ഥാനം തന്നെയാണ്. അതവൾ മനസ്സിൽ തന്നെ അടക്കി വെച്ചു. തന്റെ സംശയം പോലും ആരോട് പറയാൻ കഴിയാത്ത അവസ്ഥയാണ് അഭിക്ക്. എന്തെന്നാൽ ആരെങ്കിലും തന്നെ പരിഹസിച്ചാലോ? എത്താൻ പറ്റാത്ത കൊമ്പിലാണ് പെണ്ണിന്റെ കണ്ണെന്ന് ചിന്തിച്ചാലോ? ആ ചിന്തകൾ മാത്രം ആ തറവാട്ടിൽ നിന്നുമുള്ള അന്വേഷണത്തിൽ അവൾ ഒതുക്കി നിർത്തി. ഇന്ന് തറവാട്ടിൽ ആഘോഷമേളമാണ്. തറവാട്ട് ക്ഷേത്രത്തിൽ നാളെ ഉത്സവം തുടങ്ങുകയാണ്. ഇന്ന് അർജുൻ US-ൽ നിന്ന് വരികയാണ്. അതിന്റെ ആഘോഷമാണ് തറവാട്ടിൽ. ഒരാഴ്ച എന്ന് പറഞ്ഞു പോയവൻ ഇപ്പോൾ 2 മാസത്തോളം എടുത്തു നാട്ടിലേക്ക് വന്നിട്ട്. അവനെ കാണാൻ എല്ലാവർക്കും ആഗ്രഹമായി. രാജേന്ദ്രൻ പഴയതുപോലെ അല്ലെങ്കിലും മുറ്റത്തും കോലായിലുമൊക്കെ വന്നിരിപ്പുണ്ട്. എല്ലാവരും തറവാട്ടിൽ നിന്ന് പോകാത്തതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. രാജേന്ദ്രന്റെ മാനസികാവസ്ഥ. ഡോക്ടർ പ്രത്യേകം പറഞ്ഞതാണ് ഇനി ഒരിക്കലും മനസ്സിന് വിഷമം തട്ടുന്ന ഒന്നും രാജേന്ദ്രന് ഉണ്ടാകാൻ പാടില്ലെന്ന്. അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല സന്തോഷത്തിൽ അദ്ദേഹത്തിന്റെ മുന്നിൽ പെരുമാറും. എല്ലാവരുടെയും സന്തോഷത്തിൽ അദ്ദേഹം പല ഓർമ്മകളിൽ നിന്ന് മുക്തി നേടാറുമുണ്ട്.